ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് ജ്യൂസാട്ടോ. ഇത് ഏറ്റവും വിറ്റാമിൻ അടങ്ങിയ ജ്യൂസാണ്. എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റും. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ചെറുനാരങ്ങി, ഇഞ്ചി, പഞ്ചസാരയും ചേർത്താണ് ഉണ്ടാക്കിയത്. നല്ലൊരു ടേസ്റ്റാട്ടോ. ഇത് രക്തം വർദ്ധിപ്പിക്കാനും നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാട്ടോ. പിന്നെ ഇതൊരു എ ബി സി ജ്യൂസാണ്. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, ഒരു എ ബി സി ജ്യൂസ്. അത് ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി, ബീറ്റ്റൂട്ട് കൊണ്ട്. അങ്ങനെ നമുക്ക് ബീറ്റ്റൂട്ട് നന്നായി തൊലിയൊക്കെ ചെത്തട്ടോ. ഒരു ചെറുനാരങ്ങി, ചെറിയൊരു ഇഞ്ചി കഷ്ണം എടുത്തിക്കണം കേട്ടോ. ചെറുനാരങ്ങൻ്റെ ജ്യൂസ്, ലെമൺ ജ്യൂസ് നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെ ബീറ്റ്റൂട്ടൊക്കെ നല്ലോണം തൊലി ചെത്തിയിട്ടേ നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം, എളുപ്പത്തിലുണ്ടാക്കാം. അത് ചെത്തേണ്ട പണി മാത്രമേ ഉള്ളൂ. ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഒന്ന് ചെറുതായി നുറുക്കി, ഇത്ര പണിയുള്ളൂ കേട്ടോ. നമുക്ക് തൊലിയൊക്കെ ചെത്തിയാലോ? വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗേസ് തൊലിയൊക്കെ നല്ലോണം കളഞ്ഞിട്ടേ നമുക്കൊന്ന് ചെറുതായി നുറുക്കി എടുക്കാം കേട്ടോ. മിക്സിയിലൊക്കെ ഒന്ന് നല്ലോണം അടിച്ചെടുക്കണമല്ലോ. അപ്പോൾ നല്ലോണം വേഗം അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെറുതായി നുറുക്കിയെടുക്കാം കേട്ടോ. പക്ഷേ എളുപ്പത്തിൽ അരഞ്ഞ് കിട്ടും കേട്ടോ. അത് മിക്സിയിൽ അങ്ങനെ അരയാത്ത കിടന്നില്ല, അത്ര സോഫ്റ്റാണല്ലോ സാധനം. അങ്ങനെ ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ടേ ഇപ്പം തന്നെ നല്ലൊരു ചുവന്ന കളർ കേട്ടോ, കയ്യമ്മയൊക്കെ പിടിക്കുന്നുണ്ട്. നല്ലൊരു ബീറ്റ്റൂട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ, കുറച്ച് വലുതൊക്കെ ഫ്രഷ് ഉള്ളത്. അങ്ങനെ നമ്മളെ ബീറ്റ്റൂട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. ഇപ്പോൾ ലെമൺ ജ്യൂസ് ഞാൻ നാരങ്ങൻ്റെ നീരൊക്കെ പിഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കേ ഒരു മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതല്ല, ഇങ്ങനെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാരങ്ങൻ്റെ നീര്. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളി കേട്ടോ. അധികം പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ അധികം മധുരം വേണ്ടോലും അധികം മധുരം ഇട്ടോളി. അങ്ങനെ നാരങ്ങൻ്റെ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും ഒഴിച്ച് കൊടുക്കുക. കുരുവൊക്കെ കളഞ്ഞ് അതും അതിക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ പഞ്ചസാര ഇട്ടു, ഇഞ്ചി കഷ്ണം ഇട്ടു, നാരങ്ങൻ്റെ നീരിട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ആദ്യം തന്നെ വല്ലാതെ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ അരഞ്ഞ് കിട്ടൂല. ഒരു പാകത്തെ വെള്ളം, ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് മൂടി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് ചതഞ്ഞ് കിട്ടണം. അടിച്ചപ്പോൾ തന്നെ നല്ലൊരു കളറാട്ടോ. നല്ലൊരു ബീറ്റ്റൂട്ടാണ്, ഇഷ്ടമാണ്, നല്ല ഫ്രഷാണ്. അതാണ്, അങ്ങനെ വാടിയതും ഉണങ്ങിയതൊന്നും പറ്റില്ല കേട്ടോ, നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് വേണം. അങ്ങനെ അതൊക്കെ നന്നായി അടിച്ചു കൊടുക്കും. അതൊക്കെ നന്നായി അടിച്ചു. ഇതിൻ്റെ ജ്യൂസേ നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. ചെറുനാരങ്ങയും ഇഞ്ചിയും കൂടി ഇടുമ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ കഴിക്കാനൊക്കെ. ആ ബീറ്റ്റൂട്ടിൻ്റെ ആ കുത്തൊന്നും വരില്ല, നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് അരിച്ചൊഴിച്ചട്ടോ. അല്ലേ നല്ല ഇതിപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വലിയ ബീറ്റ്റൂട്ടായിട്ട് 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. അങ്ങനെ അതൊക്കെ ഇത് വേണമെങ്കിൽ ഇതിൽ പിന്നെ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ നല്ലോണം അരിഞ്ഞിട്ടില്ലെങ്കിലേ
ആദ്യം ഒന്ന് അരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി അരിഞ്ഞു കിട്ടുള്ളൂ. അതൊക്കെ ഒരു സ്പൂൺ കൊണ്ടേ ഒന്ന് അമർത്തി കൊടുത്താൽ വെള്ളമൊക്കെ ഒന്ന് നീർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാ വിറ്റാമിനും ABC വിറ്റാമിനൊക്കെ അടങ്ങിയ ഏത് രോഗികൾക്കും പറ്റും കേട്ടോ. രക്തം വർദ്ധിപ്പിക്കാനും നിറം വർദ്ധിക്കാനും നല്ല വിറ്റാമിൻ അടങ്ങിയ നല്ലൊരു ഭക്ഷണമാണ്. ഇത് കഴിച്ചാൽ തന്നെ നമുക്കൊരു നേരത്തെ ഭക്ഷണം കഴിച്ച ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. അങ്ങനെ അടിപൊളി ജ്യൂസൊക്കെ ശരിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി നമുക്കേ ഒരു 3 ഗ്ലാസ്സൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. 3 ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇത് ആര് വരുമ്പോഴും നിങ്ങൾക്ക് സെർവ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് കഴിക്കാനും പറ്റും. നല്ലൊരു ടേസ്റ്റാണ്. ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചങ്ങാണ്ട് ഒരു ഐസും കാട്ടൊക്കെ ഇട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളി. അങ്ങനെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചേ നമുക്കൊരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. നമുക്കൊരു സപ്പോർട്ട് തരണേ. അടുത്ത വീഡിയോയുമായി വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടോ. നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ലതാണ്. നല്ല വിറ്റാമിനും ABC അടങ്ങിയ ഡോക്ടർ പറഞ്ഞതാണ്. ഡോക്ടർ യൂട്യൂബിൽ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർ പറഞ്ഞതാണ് ABC അടങ്ങിയ ജ്യൂസാണ്. ആ ഡോക്ടർ വിശദമായിട്ട് അതിനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കി. നമുക്ക് വീട്ടിലുള്ള ബീറ്റ്റൂട്ടൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ച്.